നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലെല്ലാം തന്നെ അതുതന്നെയാണ് ചർച്ചാ വിഷയം. ഇനി എന്തായിരിക്കും അതിന്മേലുള്ള സർക്കാരിന്റെ നടപടി, നിയമ നടപടി എന്തായിരിക്കുമെന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ അന്വേഷണം വേണമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടന്നത് കുറ്റകൃത്യമാണ്, അത് അന്വേഷിച്ചേ മതിയാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവ് ആണോ നടത്തുന്നത്? സാംസ്കാരിക മന്ത്രി ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ്. വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്, സതീശൻ ആരോപിച്ചു. ഒറ്റപ്പെട്ട സംഭവമല്ല, പരമ്പരയാണ്. സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ്. 4.5 കൊല്ലം റിപ്പോർട്ടിനുമേൽ അടയിരുന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ്, ക്രിമിനൽ കുറ്റമാണ്. കേസെടുക്കാൻ ഇനി എന്തിനാണ് മറ്റൊരു പരാതി? റിപ്പോർട്ട് പരാതിയുടെ കൂമ്പാരമാണ്. സർക്കാർ അത് മൂടിവെച്ചു. എന്നത്തേക്കും സിനിമയിലെ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ കുറ്റകൃത്യങ്ങളുടെ പരമ്പര മൂടിവെക്കുന്നത്? ആരാണ് സർക്കാരിന് മീതെ സമ്മർദ്ദം ചെലുത്തിയത്? ഏത് പെരുന്താണ് സർക്കാരിന് മീതെ പറക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുള്ളത്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിയാണ് അന്വേഷണം CBIക്ക് വിട്ടത്. ഇത് ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കുറെ ആളുകളെ അവർക്ക് സംരക്ഷിക്കണം, ചേർത്ത് നിർത്തണം. സർക്കാർ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്. ക്രിമിനൽ കുറ്റം ചെയ്ത ആളുകളെ പോലെ സർക്കാരും പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റവിചാരണ ചെയ്യപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ 10-60 പേജ് വായിക്കാതെ പോയത്? സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചില്ലെന്ന് പറയാൻ നാണമാവില്ലേ? സാംസ്കാരിക മന്ത്രിയെ കേരളം വിലയിരുത്തട്ടെ എന്നും സതീശൻ പറഞ്ഞു. മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്നും ചോദ്യത്തിന് മറുപടിയായി VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ്. എന്താണ് താല്പര്യമെന്ന് അറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്നും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞു. ആകാശത്ത് നിന്ന് FIR ഇടാനാകില്ല, റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ലെന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കാനാകില്ലെന്നും ബാലൻ വിശദീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ ബാലനായിരുന്നു സാംസ്കാരിക മന്ത്രി. സിനിമാ മേഖലയിൽ നിന്ന് വ്യക്തിപരമായ പരാതികൾ സർക്കാരിന് കിട്ടിയിട്ടില്ല. മൊഴികൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. പുറത്തുവിടാത്ത റിപ്പോർട്ടിന്റെ ഭാഗം പ്രസിദ്ധീകരിക്കാമെന്ന് കോടതിയോ കമ്മിറ്റിയോ പറയട്ടെ. ആകാശത്ത് നിന്ന് FIR ഇടാനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല. പൂഴ്ത്തിവെക്കാൻ മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നുമില്ലെന്നും ബാലൻ പറഞ്ഞു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് WCCയുടെ സ്ഥാപക അംഗം തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബാലൻ വെളിപ്പെടുത്തി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളിയ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് സാംസ്കാരിക വകുപ്പിന്റെ അടുത്ത് തന്നെയാണെന്ന് വ്യക്തമാക്കി. ഇത് 2 പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞ സ്ഥാപക അംഗത്തിന്റെ പേര് പക്ഷേ ബാലൻ പറഞ്ഞില്ല.